التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നത ക്ലാസ് തുടരുകയാണ്. ഇത് നോക്കാം നമുക്ക്. വയഖഉൽ ഖബറു, ഖബർ സംഭവിക്കും മൈദൻ, വീണ്ടും. ഇപ്പോൾ ജുംല മുഫ്രദൊക്കെ ആയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്തായിട്ടും സംഭവിക്കും? വർഫൻ, സർഫായിട്ട് സംഭവിക്കും. സമാനിയൻ, ഒന്നുകിൽ സർഫു സമാൻ, ഔ മക്കാനിയൻ, അല്ലെങ്കിൽ സർഫു മക്കാൻ. ഇങ്ങനെയായും ഖബർ സംഭവിക്കും. ഈ സർഫ് സമാനിയൻ മക്കാനിയൻ എന്ന് പറഞ്ഞാൽ മൻസൂബൻ, നസ്ബുടേതായിരിക്കും. എന്തുകൊണ്ടത്? ബിമാ, ഒന്നുകൊണ്ട്. എങ്ങനത്തെ ഒന്നാണത്? തഅല്ലക, ഇത് എന്തായി, ബന്ധമായി, ബിഹി, ആ ഒന്നിനോട്. അപ്പോൾ ഒരു മുതാല്ലക്ക് ഉണ്ടാവും. ഇല്ല, സർഫിൻ്റെ മുസ്തഖിറുൻ ഇസ്തഖറ പോലത്തത് അതിനോടായിരിക്കും. അതായിരിക്കും നസ്ബ് കൊടുത്ത ആമില്. മനസ്സിലായില്ലേ? അത് വരുന്നുണ്ട്. അതാണ് പറഞ്ഞത് മൻസൂബൻ നസ്ബുടേതായിരിക്കും, നസ്ബ് കിട്ടും എന്ന് പറഞ്ഞത്. നഹ്വ ഇതുപോലെ വറഖ്ബു അസ്ഫല മിൻകും, യാത്രാ സംഘമാകുന്നത് നിങ്ങൾക്ക് താഴെയാകുന്നു. അവിടെ വറഖ്ബു, യാത്രാ സംഘം എന്നുള്ളത് മുബ്തദാണ്. അസ്ഫല അവിടെ സർഫായിട്ട് വന്നത്. ഇത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിൽ 42-ാമത്തെ ആയത്തിൽ വന്നതാണ്. അതിൻ്റെ ഇറാബങ്ങൾ നമ്മൾ ഈ അറാബ് എങ്ങനെ പറയുക? വാവ് ഹാലിയാണ്, അറഖ്ബു മുബ്തദാണ്, മർഫു ആണ്. അസ്ഫല കണ്ടോ, അസ്ഫലാണ് അതിൻ്റെ ഖബർ. അപ്പം അതിൻ്റെ മുതല്ലക്ക് ഉണ്ടാവും. അതേതാ? മഹ്ദൂഫായിരിക്കും. അതെങ്ങനെ? അത് നമുക്ക് ഇസ്തഖറാന്നോ അല്ലെ മുസ്തഖിറിനോ തഖ്ദീർ ചെയ്യാം. മിൻകും എന്നുള്ളത് പിന്നെ അതിൻ്റെ മുതല്ലക്കൂടെ പറയുന്നത് അസ്ഫല. അപ്പോൾ സർഫു ലഗ്വാണത്, മിൻകും. അപ്പോൾ ഇവിടെ ഖബർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അൽഫിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിലയിരിക്കും. അഥവാ ജാറ് മജ്റൂർ, ഇപ്പോൾ ജാറ് മജ്റൂർ സർഫും വരുമ്പോൾ ഖബർ ശരിക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ മുതല്ലക്കാണ്, അതല്ല രണ്ടും കൂടിയാണ്, അല്ല ഇത് തന്നെയാണ് ജാർ മജ്റൂറും ഖബറും, അത് സ്വന്തത്തിൽ ഖബർ തന്നെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. വർറഹീൽ, യാത്രയാകുന്നത് ഗദൻ, നാളെയാകുന്നു. അപ്പോൾ ഗദൻ സർഫായിട്ടാണല്ലോ സംഭവിച്ചത് ഖബർ. അപ്പോൾ അവിടെയൊക്കെ ഒരു മുതല്ലക്ക് ഉണ്ടാവും. ഒന്നുകൂടി മുസ്തഖിറെന്നോ ഇസ്തഖറാനോ സങ്കല്പിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ഇനി അതേപോലെ തന്നെ വയഖഉ ഐദൻ, ആ ഖബർ വീണ്ടും സംഭവിക്കും. ജാറൻ വ മജ്റൂറായിട്ടും സംഭവിക്കും. ജാറൻ വ മജ്റൂറൻ. ഇതുപോലെ നഹു അൽഹംദുലില്ലാഹ്. അപ്പോൾ ലില്ലാ ജാർ മജ്റൂർ ഖബറാണല്ലോ. ഇനി എന്താ? വതഅല്ലുഖുഹുമാ, ഇവ രണ്ടിൻ്റെയും തഅല്ലുഖ്, അഥവാ രണ്ടിൻ്റെയും എന്ന് പറഞ്ഞാൽ ഐ സർഫി വൽ ജാരി വൽ മജ്റൂരി, ജാർ മജ്റൂറിൻ്റെ ദർഫിൻ്റെയും തഅല്ലുഖാകുന്നത് ഹൈന ഇതിൻ, ആ സന്ദർഭത്തിൽ ഇമ്മ ഒന്നുകിൽ അത് മുസ്തഖറിനോടായിരിക്കും. മുസ്തഖർ ഇസ്മു ഫായിൽ. വനഹവിഹി, അത് പോലോത്തതിനോട് എന്ന് പറഞ്ഞാൽ മിമ്മ ഒന്നിനാൽ ഹുവസ്മുൽ ഫായിൽ ഇസ്മു ഫായിലായിരിക്കും. മുസ്തഖിറിൻ, സാബിത്തിൻ, കാഇനിൻ, ഇങ്ങനെ ഹാസ്വിലിൻ, ഹാസിലിൻ, കാഇനിൻ, സാബിത്തിൻ, ഇങ്ങനെയൊക്കെ തഖ്ദീർ ചെയ്യാം. അവിസ്തഖറ, അല്ലെങ്കിൽ ഇസ്തഖറയോടായിരിക്കും. അതിൻ്റെ തഅല്ലുഖ് ഇതിനോടായിരിക്കും, ഇസ്തഖറയോടായിരിക്കും. അത് പറഞ്ഞ ഇസ്മു ഫായില. വനഹ്വിഹി, അത് പോലോത്തതിനോട്. അതെന്തിനാൽ? മിമ്മാ ഹുവ, യാതൊന്നിനാൽ, ഹുവ ഫിഅലുൻ, അതെന്താണ്? ഫീലാണ്. അപ്പോൾ ഇസ്തഖറ, സബത്ത, അല്ലെ കാന, അങ്ങനെയൊക്കെ വരും. എങ്ങനെ? ഹാല കൗനിഹിമ, ഇവ രണ്ടും തന്നെ ആയ നിലയിൽ. ഏത് രണ്ടും? മുസ്തഖിർ ആണെന്നാലും ശരി, ഇസ്തഖറ ഫീലായാലും ശരി, ഇസ്മു ഫായിലായാലും ശരി, ഏത് നിലയിലെ മഹ്ദൂഫൈനി വുജൂബൻ, വുജൂബ് എന്ന നിലക്ക് അത് കളയപ്പെട്ടതായിരിക്കും. അപ്പോൾ അവിടെ മുതല്ലക്ക് മഹ്ദൂഫ് വുജൂബാണ്. അപ്പോൾ ഇനി നോക്കിക്കുക, രണ്ടെണ്ണം പറഞ്ഞല്ലോ. ചിലർ മുസ്തഖിറും പറഞ്ഞു, ഇസ്മു ഫായിലും പറഞ്ഞു, ഇസ്തഖറ ഫിഅലായിട്ടും പറഞ്ഞല്ലോ. അപ്പോൾ രണ്ട് മദ്ഹബ്. അതാ പറയുന്നത് വല്ലവ്വലു, ഒന്നാമത്തേത് ഇഖ്തിയാറു ജുംഹൂരിൽ ബസ്രിയീൻ, ജുംഹൂറുൽ ബസ്രീങ്ങളുടെയും ഇഖ്തിയാർ, അഭിപ്രായം എന്താ? ഒന്നാമത്തേതാണ്. ഏതാ? മുസ്തഖിറുൻ എന്ന് തഖ്ദീർ ചെയ്യലാണ്. അതെന്താ? ഇസ്മു ഫായിലായിട്ട്. വഹുജ്ജത്തുഹും, അവരുടെ തെളിവെന്താ? അന്നൽ മഹ്ദൂഫ, തീർച്ചയായും ഈ മഹ്ദൂഫ് കളയപ്പെട്ടത് ഹുവൽ ഖബറു, അതാണ് ഖബർ, ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ. അങ്ങനെ പറഞ്ഞവരുണ്ട്. ശരിക്കിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, അർറഖ്ബു അസ്ഫല എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഖബർ, അതിൻ്റെ മുസ്തഖിർ ആണ് അതിൻ്റെ യഥാർത്ഥ ഖബർ എന്നാണ് അഭിപ്രായമുള്ളവരുണ്ട്. അതല്ല, രണ്ടും കൂടിയും മുസ്തഖിറുന്നോ ഇസ്തഖറ അസ്ഫലാന്നും രണ്ടും കൂടിയും കൂടിയിട്ടാന്ന് പറഞ്ഞവരുണ്ട്. ഈ അസ്ഫല തന്നാന്ന് പറഞ്ഞവരുണ്ട്. അത് മനസ്സിലാക്കുക. വൽ അസ്ലു ഫിൽ ഖബരി, അപ്പോൾ ബസ്രക്കാരുടെ അഭിപ്രായം പറയാം കേട്ടോ. പോലെ തെളിവ് വൽ അസ്ലു ഫിൽ ഖബരി, അപ്പോൾ ഖബറിൽ അസ്ൽ എന്താ? അൽ ഇഫ്രാദു, ഇഫ്രാദാണല്ലോ എന്ന നിൽക്കൊല് മുസ്തഖിറുൻ എന്നെടുത്തു. കാരണം ഇസ്തഖറാമ ജുംല അല്ലേ.
അപ്പോൾ ഖബറിൻ്റെ അസിലെന്താ, അത് മുഫ്രദാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്തഖിറാണ് തിരഞ്ഞെടുക്കേണ്ടത് ബസറക്കാർ. എന്നാൽ വസ്സാനി രണ്ടാമത്തേത് ഏതാ, ഇസ്തഖറ ഫീലെടുത്തോളുണ്ടല്ലോ, അത് ഇഖ്തിയാറുൽ അഖ്ഫശി ഇമാം വൽ ഫാരിസി ഇമാമിൻ്റെ അഭിപ്രായമാണ്. ജമഖ്ശരിയുടെ അഭിപ്രായം എന്താ, ഇസ്തഖറ എന്ന ഫീലെടുക്കലാണ്. വഹുജ്ജത്തുഹും അവർക്കുണ്ട് തെളിവ്, അവരുടെ തെളിവ് എന്താ, അന്നൽ മഹദൂഫ തീർച്ചയായും മഹദൂഫ കളയപ്പെട്ടത് എന്താണ്, ആമിലും ഫി സർഫുൽ ആമിലാണ്. അതുപോലെ തന്നെ മജ്റൂരി ജാർ മജ്റൂറിലും ആമിൽ എന്താണ്, ആ മഹദൂഫാണ്. അപ്പോൾ വൽ അസ്ലു ഫിൽ ആമിലി, ആമിലുള്ള അസ്ലാരാ ഫിയാലുൻ, വൽ അസ്ലു ഫിൽ ആമിലി അൽ ഫിയാലു, ഫിയലാണല്ലോ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്തു, അവരും എടുത്തു. മനസ്സിലായി എന്താ പോലും പറഞ്ഞത്? അഥവാ ഇപ്പോൾ സർഫിൻ്റെ ലഫ്ലിൽ നസ്ബിൻ്റെ കൊടുക്കുന്ന ആമിലാരാ, ഈ മഹദൂഫാണ്. അതേപോലെ തന്നെ ജാർ മജ്റൂറിന്റെ മഹല്ലിന് കൊടുക്കുന്ന ആളാരാണ്, അത് ഈ എന്താണ് കൊടുക്കുന്ന ആമിലാരാണ്, ഈ മഹദൂഫാണ്. അതുകൊണ്ട് ആമിലിൻ്റെ അസിൽ എന്താണ്, ഫിയലാണ്. അതുകൊണ്ട് ഇസ്തഖറ പോലത്തെ ഫീലിനാ തിരഞ്ഞെടുക്കലേന്ന് ഓലും പിടിച്ചു. രണ്ടു കൂട്ടർക്കും അതിൻ്റെതായ തെളിവുണ്ട്. നമുക്കിപ്പോൾ ഏതായാലും രണ്ടായാലും സങ്കല്പിക്കാം എന്ന് മനസ്സിലാക്കാം എന്ന് നോക്കാം. വലാ യുഖ്ബറു, ഖബർ പറയപ്പെടുകയില്ല, ബിസ്മി സമാനി, ഇസ്മു സമാനി കൊണ്ട്, അനിൽ മുബ്തദഇ, ഒരു മുബ്തദനെ തൊട്ട്. എങ്ങനത്തെ അൽ ജൗഹരി, ജൗഹറായ മുബ്തദനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ആ ഇസ്മിൽ ذാത്തിയായ ഇസ്മിനെ തൊട്ട്, ذാത്തിയായ ഇസ്മിനെ തൊട്ട് എന്താവൂല, ഇസ്മു സമാന് കൊണ്ട് ഖബർ പറയൂല. ഇബ്നു മാലിക് പറഞ്ഞില്ലേ, ഇബ്നു മാലിക് റഹ്മഹുല്ല അൽഫിയിൽ പറഞ്ഞ കാര്യമാണ്. അത് നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വലാ യകൂനു ഇസ്മു സമാനിൻ ഖബറ അൻ ജുസ്സത്തിൻ, അവിടെ പറയണേ. എന്നാൽ ഫായിദ ഒപ്പിച്ചാൽ പറ്റൂന്ന് പറഞ്ഞോലാണ്. പക്ഷെ വിലയിനെ തേവിലയും നമുക്ക് നോക്കാം. നമ്മളത് അൽഫിയിൽ അവിടെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ അവിടെ കേട്ടാൽ മനസ്സിലാവും മുബ്തദാന്റെ ബാബിൽ. അപ്പോൾ ذാത്തിയായ ഇസ്മിനെ തൊട്ട്, ذാത്തിയായ ഇസ്മായി വന്നിട്ടുള്ള മുബ്തദനെ തൊട്ട് ഇസ്മു സമാന് കൊണ്ട് ഖബർ പറയപ്പെടൂല എന്നാണ്. അപ്പോൾ ഫലാ യുഖാലു പറയപ്പെടൂല സെയ്ദുനിൽ യൗമ, സെയ്ദോകുന്നത് അൽ യൗമ, ഇന്നത്തെ ദിവസത്തിൽ, അങ്ങനെ പറയൂല. കാരണം ഫായിദല്ല. എന്തുകൊണ്ടാ, അല്ലേ ആദമിൽ ഫായിദത്തി, അതൊരു ഫായിദട്ടില്ലല്ലോ. സെയ്ദോകുന്നത് ഇന്ന്, എന്താ ഫായിദല്ലോ. ഇനി ഫഇൻ കാനൽ മുബ്തദഉ, ഇൻ മുബ്തദ ഫഇൻ കാനൽ മുബ്തദ ആണെങ്കിൽ ഇസ്മൽ മാന, മാനാന്റെ ഇസ്മാന്ന് നിൽക്കുക, അത് റാത്തല്ല. എന്താ റാത്ത് അറിയുമ്പോൾ എന്താ, മുഹമ്മദ് സെയ്ദ് പോലത്തെ ഒക്കെ റാത്താണല്ലോ. മാന എന്ന് പറയുമ്പോൾ എന്താ, അടി കുത്തി, ഇതൊക്കെ മാനാണല്ലോ. അപ്പോൾ ഇസ്മുൽ എന്താ, ഈ മുബ്തദ ഇസ്മൽ മാന, മാനാന്റെ ഇസ്മാകുമ്പോൾ ജാസൽ ഇഖ്ബാറു ബിഹി, ജാസ അനുവദനമാണ്, അൽ ഇഖ്ബാറു ഖബർ പറയൽ, ബിഹി ആ ഇസ്മു സമാന് കൊണ്ട്. അപ്പോൾ ഇസ്മു സമാന് കൊണ്ട് മാനാന്റെ ഇസ്മിനെ ഖബർ പറയുക, ذാത്തിന്റെ ഇസ്മിന് പറ്റൂല. അപ്പോൾ ഇതുപോലെ നഹു അത്തൗമു, സൗമു എന്ന് പറഞ്ഞാൽ ذാത്തല്ല, അത് ഇസ്മുൽ മാനാന്റെ ഇസ്മല്ലേ. അസൗമു, സൗമാകുന്നതിലും ഇന്നത്തെ ദിവസം നോമ്പാകുന്നു, അത് പറ്റും. എന്നാൽ മക്കാനോ, ഇസ്മു മക്കാന് കൊണ്ട്, രണ്ടിനെ ഇസ്മു മക്കാൻ കൊണ്ട് അത് ذാത്തിയ ഇസ്മിനെ തൊട്ടും അതേപോലെ തന്നെ മാനാന്റെ ഇസ്മിനെ തൊട്ടും ഖബർ പറയാൻ ഒരു തർസമില്ല. അതാണ് അമ്മൽ മക്കാൻ. എന്നാൽ മക്കാനാകട്ടെ ഫയുഖ്ബറു ബിഹി, അതുകൊണ്ട് ഖബർ പറയപ്പെടും, അനിൽ ജൗഹരി, ذാത്തിനെ തൊട്ട്, വഗൈരിഹി അതല്ലാത്തതിനെ തൊട്ട്, അഥവാ മാനാന്റെ ഇസ്മിനെ തൊട്ടൊക്കെ ഖബർ പറയും. നഹ്വ ഇതുപോലെ സെയ്ദുൻ, സെയ്ദോകുന്നത് അമാമക്ക നിന്റെ മുന്നിലാണ്. വൽ ഖൈറു, അത് സെയ്ദന്റെ ذാത്താണ്, അതിനെ തൊട്ട് അമാമ ഇസ്മു സമാന് ഇസ്മു മക്കാൻ കൊണ്ട് ഖബർ പറഞ്ഞു. വൽ ഖൈറു, ഖൈറാകുന്നത് നിന്റെ അടുക്കലാണെന്നത്. അപ്പം ഉണ്ടോ ഖൈർ, ഇസ്മുൽ മാന, മാനാന്റെ ഇസ്മാണല്ലോ. അപ്പം മക്കാനാകുമ്പോൾ രണ്ടിനെ തൊട്ടും പറയും, സമാനാകുമ്പോൾ ذാത്തിനെ തൊട്ട് പറയില്ല. എന്നാൽ ഫായിദ ഉണ്ടെങ്കിൽ പറയാ എന്ന് ഇബ്നു മാലിക് റഹ്മഹുല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവരതിനെ തേവിൽ ഇബ്നു ഹിഷാം റഹ്മഹുല്ലൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ അതാ പറയുന്നത് നോക്കിയാൽ അമ്മ, എന്നാൽ നഹ്വു ഖൗലിഹിം, അവരുടെ ഖൗലിലുള്ളതുപോലെ, അവരുടെ ഖൗല് പോലെ ഒത്തത് ഏതാ, അല്ലൈലത്തൽ ഹിലാലു, അല്ലൈലത്ത് ഇന്നത്തെ രാത്രി, അൽ ഹിലാലു ഹിലാൽ ഇന്നത്തെ രാത്രി. അപ്പോൾ ഹിലാല് മുബ്തദ ذാത്താണ്, അല്ലൈലത്ത് അതിനെ തൊട്ട് ഇസ്മു സമാന് കൊണ്ട് ഖബർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ നബിൽ എന്ത് ചെയ്യും, തേവിൽ ചെയ്യുക. ഇസ്മു സമാന് കൊണ്ട് ഖബർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ നഹ്വു ഖൗലിഹി എന്ന് പറഞ്ഞാൽ മിമ്മ ഒന്നിനാൽ സാഹിറു, അതിൻ്റെ സാഹിർ എന്താണ്, അന്നഹു തീർച്ചയായും അത് ഉഖ്ബിറ ഖബർ പറയപ്പെട്ടു, ഫീഹി അതിൽ, ബിസ് സമാനി സമാന് കൊണ്ട്, അനിൽ ജൗഹരി ജൗഹറിനെ തൊട്ട് അഥവാ ذാത്തിനെ തൊട്ട് ഇസ്മു സമാന് കൊണ്ട് ഖബർ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തത് എന്താണ്, ഫഹുവ മുതഅവ്വലുൻ, അതിനെ തഅ്വീൽ ചെയ്യപ്പെടും, ബിഹദ്ഫി മുദാഫിൻ, ഒരു മുദാഫിനെ കളഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവരെ അതിനെ തഅ്വീൽ എങ്ങനെ പറയാ, തഖ്ദീറാകുന്നത് അല്ലൈലത്തെ ഇന്നത്തെ രാത്രിയിലാകുന്നു,
തുലൂഉൽ ഹിലാലി, ഹിലാലിൻ്റെ തുലൂ. അപ്പോൾ പിന്നെ ശരി കിട്ടിയല്ലോ. അപ്പോൾ അവരങ്ങനെ തക്ദീർ ഇവര്. അപ്പോൾ എന്താ, അല്ലയിലത്തെ സർഫാണ്, സമാനാണ്, അത് ഖബറാണ്. തുലൂ എന്നൊരു മുദാഫിനെ തക്ദീർ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായി, അപ്പോൾ ദാത്തിനെ തൊട്ടല്ല അപ്പോൾ ഖബർ. തുലൂഉൽ ഹിലാലി എന്ന് പറയുമ്പോൾ പിന്നെ മാനയെ തൊട്ടായി. തുലൂ എന്ന് പറഞ്ഞാൽ മാനായില്ലേ. അപ്പോൾ തുലൂഉൽ ഹിലാലി, ഹിലാലിൻ്റെ തുലൂ ആകുന്നതല്ലയിലെത്തുന്ന രാത്രിയിൽ നാ. അപ്പോൾ ഹിലാലി എന്ന ദാത്തിനെ തൊട്ട് മാറി തുലൂനെ തൊട്ടായി. അപ്പോൾ അങ്ങനെ ഒരു എന്ത് ചെയ്യും, അപ്പോൾ മാനയെ തൊട്ടായി. മാനയെ തൊട്ടാണെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തേവിൽ ചെയ്യുന്ന എന്നൊക്കെ വയോഗനീ ആവശ്യമില്ലാതാക്കും മനിൽ ഖബരി, ഖബറിനെ തൊട്ട് ഫി ഹുസൂലിൽ ഫായിദത്തി, ഫായിദയെ ഹുസൂലാക്കുന്നതിൽ, ഫായിദയെ ഉണ്ടാക്കുന്നതിൽ ഖബറിനെ തൊട്ട് മതിയാക്കും. എന്താ മതിയാക്കുക? മർഫൂഉ വസ്ഫിൻ, വസ്ഫിന്റെ മർഫൂഉ. എന്താ വസ്ഫ് എന്ന് പറഞ്ഞാൽ വഖഅ, അത് സംഭവിച്ചു, മുബ്തദഅൻ, മുബ്തദആയ നിലയിൽ അത് സംഭവിച്ചു. അപ്പോൾ മുബ്തദആയ നിലയിൽ സംഭവിച്ചൊരു വസ്ഫിന്റെ മർഫൂഅ. അപ്പോൾ എന്തായിരിക്കും, ഒരു മുബ്തദയിൽ നമുക്ക് മനസ്സിലായി വസ്ഫായിരിക്കും. നമുക്ക് ഇസ്മു ഫായിൽ പോലത്തെ അല്ലെങ്കിൽ ഇസ്മു മഫ്ഊൽ പോലത്തെ ഇങ്ങനത്തെ വസ്ഫുകളായിരിക്കും. അപ്പോൾ പിന്നെ അതിന് ശേഷത്തിൽ നോക്കുക അതിൻ്റെ ഫായിലായിരിക്കും. മർഫൂ എന്ന് പറയുമ്പോൾ നോക്കുക ഫായിലായിരിക്കും, അല്ലെങ്കിൽ മഫ്ഊലും ബി നായിബു ഫായിലായിരിക്കും. അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. എങ്ങനത്തെ വസ്ഫാണ് അത്? ഇബ്നുൽ ഹിശാമിൻ്റെ മത്നി വസ്ഫിൻ്റെ സിഫത്ത് വസ്ഫിൻ്റെ മർഫൂ ആയിരിക്കും. എങ്ങനത്തെ വസ്ഫ? മുഅ്തമിദിൻ, അത് ഈത്തിമാദായിട്ടുണ്ട്. കണ്ടോ, മുഅ്തമിദിൻ സാലിക്കൽ വസ്ഫു, ആ വസ്ഫു മുഅ്തമിദായിട്ടുണ്ട്. എന്തിൻ്റെ മേലെ മുഅ്തമിദ്? വസ്ഫ്, ആ അഥവാ വസ്ഫായി സംഭവിച്ച മുബ്തദ ഉണ്ടല്ലോ, അത് മുഅ്തമിദായിരിക്കും. എന്തിൻ്റെ മേലെ? മഖബൽ വരണം. എന്ത് വരണം? മുഅ്തമിദിൻ സാലിക്കൽ വസ്ഫു, ആ വസ്ഫു മുഅ്തമിദായിരിക്കും. അൽ ഇസ്തിഫ്ഹാമിൻ, ഇസ്തിഫ്ഹാമിൻ്റെ മേലെ. ഔ നഫീൻ, അല്ല നഫീൻ്റെ മേലെ. അപ്പോൾ മഖബൽ ഇസ്തിഫ്ഹാമോ നഫിയോ വേണം. എന്നാൽ അത് വേണ്ടാന്ന് പറഞ്ഞോലുണ്ട്. ഇബ്നു മാലിക് റഹ്മഹുല്ലാ അൽഫിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു മാലിക് റഹ്മഹുല്ലാ അഭിപ്രായക്കാരനാണ്. നമ്മളവിടെ അഭിപ്രായത്തിൽക്കാണ് പറഞ്ഞത്. എന്താ ഇബ്നു മാലിക് പറഞ്ഞത്? അവ്വലുൻ മുബ്തദഉൻ വത്താനി ഫായിലുൻ ഇഗ്നാ ഫി അസാരി സാനി വകസ്തിഫ്ഹാമിൻ നഫിയു വഖദ്. കണ്ടാ ഈ പറയുന്നത് യജൂസു നഹവു ഫായിസുൻ ഉലുർ റഷദ്. അപ്പോൾ ഫായിസുൻ എന്നത് മുബ്തദാക്ക, ഉലുർ റഷദ് പറഞ്ഞതുപോലെ തന്നെ എന്താക്കുക, ഖബറിൻ്റെ സ്ഥാനത്തിറങ്ങിയ ഫായിൽ എന്ന നിലയ്ക്ക് ഇറാവ് പറയുക. ഫായിസ് മുബ്തദായിരിക്കും. അപ്പോൾ ആ നിലയ്ക്ക് കൂഫക്കാരുടെ അടുക്കൽ മാക്കബിൽ നഫിയോ എന്തൊന്നും വേണ്ട. അഹ്ഫശ് ഇമാമിൻ്റെ അടുക്കലും കുഫക്കാരുടെ അടുക്കലും അങ്ങനത്തെ ഇസ്തിഫാമോ നഫിയൊന്നും വേണ്ട അഭിപ്രായക്കാരാ. ഇവിടെ അപ്പോൾ അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയതിൻ്റെ കൂടെ നമ്മളവിടെ വിശദീകരിച്ച അൽഫിയർ അതാണ്. സവാഉൻ കാന ദാലിക്കൽ മർഫൂഉ, ആ മർഫൂ ഫായിലൻ, ഫായിലായിരുന്നാലും ശരി. നഹ്വ ഇതുപോലെ അഖായിമുൻ സൈദാനി. കണ്ടാ, അഖായിമുൻ സൈദാനി, രണ്ട് സെയ്ദുമാർ നിന്നോ, അല്ല നിൽക്കുമോ, നിൽക്കുമോ. അപ്പോൾ അഖായിമുൻ സൈദാനി നോക്കി നിങ്ങൾ, അഖായിമുൻ അസ്സൈദാനി. ഒരു അഖായിം നമ്മൾ എങ്ങനെ പറയും ഇറാബ്? ഇവിടെ മുബ്തദ ആണ്, വസ്ഫൽ ഇസ്മു ഫായിലാണ്, അസ്സൈദാനിൻ്റെ ഫായിലാണ്. കണ്ടോ, ശരിക്കും ഫീൽ വന്നതുപോലെ തന്നെ. അപ്പോൾ അസ്സൈദാനി നമ്മൾ ഫായിൽ എന്നാണ് പറയുക. പക്ഷേ സദ്ദ മസദ്ദൽ ഖബർ, ഖബറിൻ്റെ സ്ഥാനത്ത് അറിഞ്ഞാളാ. അപ്പോൾ ഖബറിന് അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നഹ്വു അഖായിമുൻ സൈദാനി. പിന്നെ വഖൗലുഹു, ഷായറിൻ്റെ ഖൗല് നോക്കാം. അഖാതിനുൻ ഖൗമു സൽമ അംന വൗദഅന യദ്അനു ഫഅജീബുൻ ഐശു മൻ ഖതന. എന്താണ് അഖാതിനുൻ? പാർക്കുന്നവരാണോ? ഖൗമു സൽമ, സൽമാൻ്റെ ഖൗമ് അഥവാ നാട്ടിൽ തന്നെ മുഖീമാണോ? അതല്ല, വൗദഅനൻ, ഒരു സഫർ ഉദ്ദേശിക്കുന്നവരാണോ? നാട് വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാണോ? യസ്അനു, അവരങ്ങനെ പോവുകയാണെങ്കിൽ ഫഅജീബുൻ, അത്ഭുതമാണ്, ഐശുമൻ ഖത്തന, മുഖീമുകളുടെ അവിടെ താമസിക്കുന്നവരുടെ ഐശ് ജീവിതം അത്ഭുതം തന്നെ. ഇവിടെ നമ്മക്ക് എന്താ ഇപ്പോൾ തെളിവ് പറയുന്നത്? ആ ഖാത്തിനുൻ ഖൗമു സൽമാന, ഖാത്തിനുൻ ഇസ്മു ഫായിലാണ്, മുഖീമുൻ മാന. അപ്പോൾ അത് മുബ്തദാണ്, സിഫത്താണല്ലോ. ഖൗമു സൽമാന, ഖൗമ അവൻ്റെ ഫായിലാണ്. അപ്പം ഖബറല്ല, മറിച്ച് സദ്ദ മസദ്ദൽ ഖബർ എന്നാ പറയാ. കാരണം മുബ്തദാന്റെ മുമ്പ് ഹംസ, ഇസ്തിഫാമിലെ ഹംസ വന്നിട്ടുണ്ട്. ഇസ്തിഫാം വന്നില്ലേ, അഖാത്തിനുൻ. ഇനി വഖൗലുഹു, മറ്റു ഖൗല് നോക്കാം.
അവിടെ നഹ്വു നാമ നഹ്വ ഖായിമൻ സൈദാൻ അല്ലെങ്കിൽ നഹ്വു വ ഖൗലിഹി എന്ന് വെച്ചിട്ട് വ ഖൗലിഹി എന്ന് പറയാം. നഹ്വു വ ഖൗലിഹി അങ്ങനെ വെക്കാം. അപ്പോൾ ഖലീലയ്യ മാ വാഫിൻ ബി അഹ്ദിയ അൻതുമ ഇദാ ലം തകൂനാ ലി അലാ മൻ ഉഖാതിഉ. ഖലീലയ്യ എൻ്റെ രണ്ട് സ്നേഹിതന്മാരെ, കൂട്ടുകാരെ, മാ വാഫിൻ പൂർത്തീകരിക്കുന്നവരല്ല, പൂർത്തീകരിക്കുകയില്ല, ബി അഹ്ദിയ എൻ്റെ കരാറിനെ അൻതുമ നിങ്ങൾ രണ്ടുപേരും, ഇദാലം തക്കൂന നിങ്ങൾ രണ്ടുപേരും ആയിട്ടില്ലെങ്കിൽ ലീ എനിക്ക് വേണ്ടി സഹായിക്കുന്നവെന്നർത്ഥം. അലാമൻ ഉഖാതിഉ ഞാൻ ബന്ധം വിച്ഛേദിച്ച, ഞാൻ എതിരിടുന്നവർക്കെതിരിൽ എന്നെ നിങ്ങൾ രണ്ടുപേരും എന്നെ സഹായിക്കുന്നവരായിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തല്ല എൻ്റെ കരാറിനെ പൂർത്തീകരിക്കുകയില്ല എന്ന്. അലാമൻ ഉഖാതിഉ എന്ന ഞാൻ എന്താ പറയുക, ഇങ്ങനെ പറയല്ലേ, നിരാകരിച്ചവർക്കെതിരായി, ഞാൻ നിരാകരിച്ചവർക്കെതിരായി നിങ്ങൾ രണ്ടാളും എനിക്ക് സഹായികളായിട്ടില്ലെങ്കിൽ എന്നർത്ഥം. അപ്പം നമുക്കിവിടെ തെളിവ് ഇപ്പം എന്താണെന്നറിയുന്നത്, മാ വാഫിൻ മുബത്തദ. ഖലീലയ്യ എന്നുള്ളത് അവിടെ മുനാദ മുദാഫാണ്, അവിടെ നിദാൻ്റെ ഹർഫ് കളഞ്ഞതാ. പിന്നെ മാ വാഫിൻ എന്നുള്ളത് മുബത്തദ, വാഫിൻ മുബത്തദാണ്. അതിൻ്റെ ഖബറല്ല, മറിച്ച് അതിൻ്റെ ഫായിലാണ് അൻതുമ എന്നുള്ളത്. മാ വാഫിൻ പൂർത്തീകരിക്കുകയില്ല, അൻതുമ നിങ്ങൾ രണ്ടുപേരും. കണ്ട, വാഫിൻ അൻതുമ. അപ്പോൾ അൻതുമ എന്നുള്ളത് നമ്മൾ സദ്ദ വസദൽ ഖബർ എന്നാ പറയുക, ഖബറിൻ്റെ സ്ഥാനത്ത് ഇറങ്ങി. അപ്പോൾ ഖബറിനെ തൊട്ട് മതിയാക്കി. അപ്പോൾ ഇവിടെ അതാണ് വാഫിൻ്റെ മാക്കബിൽ നഫി വന്നല്ലോ. കണ്ട, മാ വാഫിൻ ഇസ്മു ഫായിലല്ലേ, മുബത്തതാണ്. അൻതുമ അതിൻ്റെ ഫായിലാണ്, സദ്ദ വസദൽ ഖബർ. അപ്പോൾ കാര്യം വാദിഹാണ്. ഇനി അങ്ങനെ സവാവും കാന ദാലിക്കൽ മർഫൂ ഫായിലൻ എന്നറിയില്ലേ, അങ്ങോട്ട് ഔ അല്ലെങ്കിൽ നായിബൻ അനിൽ ഫായിലി, നായിബ് ഫായിലാവുക. നഹ്വ ഇതുപോലെ വമാ മദ്റൂബുനിൽ അംറാനി. അപ്പോൾ ഇവിടെ മദ്റൂബുൻ എന്നാ വന്നത് ഇസ്മഫുൽ അല്ലേ, അപ്പോൾ അംറാനി നായിബുൻ അനിൽ ഫായിലാൻ. അപ്പോൾ ഇനി ഷാരിഹ് പറയാണ്, വ ഇന്നമസ്തഗ്നൽ കലാമു അനിൽ ഖബരി, ഈ കലാമ് ഖബറിനെ തൊട്ട് ആവശ്യമില്ലാതായത്. വ ഇന്നമസ്തഗ്നൽ കലാമു അനിൽ ഖബരി, ഈ കലാമ് ഖബറില്ലാതെ ഖബറിൻ്റെ സ്ഥാനത്ത് ഇറങ്ങുന്ന ഫായിലോ നായിബ് ഫായിലോ കൊണ്ട് ഒതുങ്ങിയല്ലോ. അതിൻ്റെ കാരണം പറയാം. കാരണം അന്നൽ വസ്ഫഹുന, തീർച്ചയായും ഇവിടെയുള്ള വസ്ഫ് വിശേഷണം, അതായത് ഖായിമുൻ മദ്റൂബുൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഫി തഅ്വീലിൽ ഫിഅലി, ഒരു ഫിഅലിൻ്റെ തഅ്വീലിലാണ്, ഫീലിൻ്റെ തഅ്വീലിലാണ്, ഫീല് കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതിൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ ഇത് കാരണം മാന അഖായിമുൽ സൈദാനി എന്ന് പറയുമ്പോൾ അവിടെ യഖൂമു സൈദാനി എന്ന് പറയുന്നത് എന്ന സ്ഥാനമാണ്. അവിടെ യഖൂമു സൈദാനി എന്ന് പറയുന്ന നേരത്തിലാണ് അഖായിമുൽ സൈദാനി എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ഫീലിനെ തഅ്വീൽ ചെയ്യുന്ന സ്ഥാനത്താണ് അഖായിമുൻ എന്ന വസ്ഫ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വൽ ഫിഅലു, ഫിഅലാവട്ടെ ഒരു പ്രവൃത്തിയാവട്ടെ, ലാ യസിഹു സഹീഹാവുകയില്ല അൽ ഇഖ്ബാറു അൻഹു, ആ അൻഹു എന്ന് പറഞ്ഞാൽ ഫീലിനെ തൊട്ട് ഖബർ പറയൽ, അതായത് ഫിഅല് മുഖ്ബർ അൻഹു ആവുന്ന പരിപാടിയില്ല, അതല്ലെങ്കിൽ മുസ്നദ് ഇലൈഹി ആകുന്ന പരിപാടിയില്ല. അത് മുസ്നദായിട്ടേ വരൂ, മുസ്നദ് ഇലൈഹി ആയിട്ട് അല്ലെ മുഖ്ബർ അൻഹു ആയിട്ട് പറയൂ, മുഖ്ബർ അൻഹു ആയിട്ട് വരൂല, അത് ഇസ്മാൻ്റെ വരിക. അതാണ് ഫകദാലിക, ഇപ്രകാരം തന്നെ ആകുന്നു. അപ്പോൾ ഒരു ഫീലിനെ തൊട്ട് ചെയ്യൂല, ഖബർ പറയൂല. അതുകൊണ്ട് തന്നെ ഫകദാലിക പ്രകാരം തന്നെയാണ് ഒന്നും കാനഫി മൗദിഅഹി, ആ ഫീലിൻ്റെ സ്ഥാനത്തുള്ളതായ ഒന്നിനെയും അങ്ങനെ കണക്കാക്കണം. ഫീലിൻ്റെ സ്ഥാനത്ത് ഇറങ്ങിയ ആളേതാ, ഖായിമുൻ മദ്റൂബുൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഖായിമുൻ മുബ്തദാക്കി, മദ്റൂബുൻ എന്നുള്ളത് നമ്മളെ മുബ്തദാക്കിയിട്ട് സൈദാനി അമ്രാനി എന്ന് ഖബർ പറയുക എന്നുള്ളത് ശരിയാവൂലാലോ. അപ്പോൾ ഫീലിനെ തൊട്ട് ഖബർ പറയൂല, ഫീല് മുസ്തദായിട്ടേ വരും, മുസ്തദ ഇലൈഹി ആയിട്ട് വരൂലാലോ. അതാണ് പറഞ്ഞത്. ഇനി ഖബർ തഅദ്ദുദാവുന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നമ്മളത് ഇബ്നു അഖീൽ സറാഹിൽ നിന്ന് അൽഫീൽ വ അഖ്ബറു ബിസ്നൈനി ഔ ബി അക്സറ അൻ വാഹിദിൻ കഹും സറാത്തുൻ ഷുവറ എന്നുള്ള തരത്തിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അൽഫീൽ. അത് അപ്പോൾ അവിടെയും ഇവിടെയും രണ്ടിലും ഒരേ മോഡൽ വിശദീകരിക്കേണ്ട എന്ന് കരുതിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കേട്ടാൽ മതി. ഏതായാലും നോക്കാം. അസഹ അഭിപ്രായത്തിൽ പറ്റും, അതാണ് പറയുന്നത്.
വഖദ് യതഅദ്ദദുൽ ഖബറു, ചിലപ്പോൾ ഖബർ തഅദ്ദുദാകും, ഒന്നിലധികരിച്ച് വരും ഖബർ. ഒരു മുബ്തദിനെ തൊട്ട് തന്നെ ജവാസൻ ജായിസായ നിലയിൽ അലൽ അസഹി അസഹ അഭിപ്രായത്തിൽ ജവാസ് എന്ന നിലക്ക് ജായിസ് എന്ന നിലക്ക് ഖബർ തഅദ്ദുദാകും. നഹു ഏതുപോലെ വഹുവൽ ഗഫൂറുൽ വദൂദു എന്ന്. അപ്പോൾ ഗഫൂർ ഒരു ഒന്നാമത്തെ ഖബർ, വദൂദു രണ്ടാം ഖബർ. എന്നാൽ വമൻ യാതൊരുക്കൻ എങ്ങനത്തെ ഒരുത്തരം ഒരു ലാ യുജവ്വിസ് ഒരു ജായിസാക്കുന്നില്ല തഅദ്ദുദഹു, ആ ഖബർ എന്താ തഅദ്ദുദാവുൽ ഖബർ തഅദ്ദുദാവലിനെ ജായിസാക്കാത്തവർ അവരെന്താ ചെയ്യുക? അങ്ങനത്തെ സ്ഥലങ്ങളിൽ യുഖദ്ദിർ ഒരു തഖ്ദീർ ചെയ്യും ലിഗൈരിൽ അവ്വലി മുബ്തദആത്ത്, ഒന്നാമത്തതല്ലാത്തതിന് മുബ്തദകളെ തഖ്ദീർ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഐ വഹുവൽ വദൂദു വഹുവ ദുൽ അർശി ഇങ്ങനെ. അപ്പോൾ വഹുവൽ ഗഫൂർ ഒന്നാമത്തതിന് ഒന്നാം ഖബർ, പിന്നുള്ളതിനൊക്കെ മുബ്തദ വെച്ചു കൊടുക്കും ഹുവ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. എന്നാൽ അജ്മഉ അവർ ഇജ്മാ ആയിട്ടുണ്ട് അല അദമി തഅദ്ദുദി തഅദ്ദുദാവുകയില്ല എന്നുള്ളതിന്റെ മേൽ ഫീ മിസ്ലി പോലോത്തതിൽ സൈദുൻ ഷായിറുൻ വകാതിബുൻ പോലോത്തതിലും വസ്സൈദാനി ഷായിറുൻ വകാതിബുൻ പോലോത്തതിലും വഹാദാ ഹുൽവുൻ ഹാമിദുൻ പോലോത്തതിലും. എന്താ കാരണം? ലി അദമി തഅദ്ദുദി ഫിഹാ, ഇപ്പൊ പറഞ്ഞതിലൊന്നും തഅദ്ദുദ് ഉണ്ടായിട്ടില്ല എന്ന കാരണത്താൽ ഫിൽ ഹഖീഖത്തിൽ എന്ന് പറഞ്ഞാൽ, കാരണം അവിടെ പറയേണ്ടത് നമ്മൾ വിശദീകരിക്കാൻ നോക്കാം. ഇതിൽ അവ്വലു, കാരണം ഒന്നാമത്തേത് ഫിൽ മിസാലിൽ അവ്വലി, ഒന്നാമത്തെ ഉദാഹരണത്തിൽ ആദ്യത്തേത് ഏതാ? ഒന്നാമത്തെ ഉദാഹരണത്തിൽ സെയ്ദുൻ ഷായിറുൻ വകാതിബുൻ ഉണ്ടല്ലോ, അതെന്താ? ഒന്നാമത്തേത് അവിടെ എന്താ? ഖബറുൻ, ഖബറാണ്. ഷായിറുൻ എന്നുള്ളത് ഖബറാണ്. ഒത്താനി രണ്ടാമത്തേതുണ്ടല്ലോ, ഏത്? കാത്തിബുൻ എന്നുള്ളത് അത് മാത്തൂഫുൻ, മാത്തൂഫാണല്ലോ അവ്വലി ഒന്നാമത്തെ മേൽ മാത്തൂഫാണ്. അപ്പോൾ ഇവിടെ വഫിസാനി രണ്ടാമത്തേതിൽ, ഇത് നമ്മൾ വായിച്ചിട്ട് പറഞ്ഞ വിശദീകരിക്കാം. വഫിസാനി രണ്ടാമത്തേതിൽ അതാ വസ്സൈദാനി ഷായിറുൻ വകാതിബുൻ എന്നുള്ളതിൽ കുല്ലും മിൻഹും അവ രണ്ടിലെല്ലാം ഖബറുൽ ലിവാഹിദിൻ, അവ രണ്ടിലും എല്ലാം ഒരുത്തന് ഖബറാണ്. രണ്ട് ഖബർ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വസ്സൈദാനി രണ്ട് സെയ്ദുകൾ, രണ്ട് സെയ്ദുണ്ട്. ഷായിറുൻ വകാതിബുൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഷായിറുമാണ്, ഒരുത്തൻ കാത്തിബാന്നാണ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് സൈദാനി എന്ന് പറഞ്ഞാൽ രണ്ടാളും ഷായറുമാണ് കാത്തിബുമാണ് എന്നല്ല. അതാണ് വാവിട്ട് പറഞ്ഞ വ്യത്യാസം. മനസ്സിലാവുണ്ടാവും. നേരെ മറിച്ച് വാവിടാതെ നമ്മൾ പറഞ്ഞ വസ് സൈദാനി ഷായറുൻ കാത്തിബു എന്ന് പറഞ്ഞാൽ ആ രണ്ട് സെയ്ദുമാരും ഷായറും ആവും, രണ്ട് സെയ്ദുമാരും ഷായറുമാണ് കാത്തിബുമാണ് എന്നാണ് വരിക. മനസ്സിലായി? അപ്പോൾ അതാ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ അൽഫിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അർത്ഥം വസ് സൈദാനി രണ്ട് സെയ്ദുമാരുണ്ട്, ഒരുത്തൻ ഷായറാണ്, ഒരുത്തൻ കാത്തിബാന്നാണ്. അപ്പോൾ പിന്നെ ഒരുത്തനുള്ള ഖബർ അതാണ് വഫിസാനി കുല്ലു മിൻഹുമ ഖബറുല്ലി വാഹിദിൻ, അവ ഈ രണ്ടിലും എല്ലാം ഖബറുല്ലി വാഹിദി, ഒരുത്തന് ഖബറാണ് തഅയ്യിനായിട്ട്. ഒരുത്തന് ഷായർ ഒരു സെയ്ദാണ്, ഒരുത്തന് ഒരു സെയ്ദ് കാത്തിബാൻ. അപ്പോൾ ഒരു തഅദ്ദുദില്ല ഖബറിൽ. അല്ലാണ്ട് രണ്ടാളും ഓരോരുത്തർക്കും ഷായറും കാത്തിബാന്നല്ല. അപ്പോൾ വാവിടാതെ പറഞ്ഞാൽ അങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ മനസ്സിലായിട്ടില്ല വിചാരിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ ഇപ്പോൾ മിസ്ലു ഷായറും കാത്തിബും എന്ന് പറഞ്ഞാൽ വാവിടാതെയും പറയട്ടോ. അതൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അൽഫിയയിൽ. വാവിടാതെ സെയ്ദുൻ ഷായറും കാത്തിബും എന്നറിയാം, അപ്പോഴും പ്രശ്നമൊന്നുമില്ല, മാനോ തെറ്റൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം, സൈദാനി പോലത്തത് മുബത്തത് തഅദ്ദുദാണെങ്കിൽ, മാന തഅദ്ദുദാണെങ്കിൽ കുറേ ആളുണ്ടെങ്കിൽ അപ്പോൾ വാവിട്ട് പറയണം. എന്താ? ഓരോരുത്തർക്കും ഖാസാവണമെങ്കിൽ വാവിടാതെ പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ. അപ്പോൾ സൈദാനി ഷായറു വക്കാത്തിബ് പറഞ്ഞാൽ രണ്ട് സെയ്ദുണ്ട്, ഒരു സെയ്ദ് ഷായറാണ്, ഒരു സെയ്ദ് കാത്തിബാന്നാ. അതാണ് മുസന്നിഫ് ഇവിടെ പറഞ്ഞത് വഫിസാനി കുല്ലു മിൻഹുമാ ഖബറുൽ വാഹിദ്. അപ്പോൾ ഹക്കീക്കത്തിൽ രണ്ടെണ്ണമല്ലല്ലോ, ഒറ്റനൊന്നല്ല പറഞ്ഞിട്ടുള്ളൂ. ഒരു മുബത്തന് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരു മുബത്തന് ഒന്ന്, ഒരു സെയ്ദിനൊന്ന്, ഒരു സെയ്ദിനൊന്ന്. വഹാദാ ഖുലൂൻ ഹാമിദുന്നുള്ളത് ശ്രദ്ധിക്കുക. ഇത് മറ്റു ഷർഹുകളിലൊക്കെ, ചില ഷർഹുകളിലൊക്കെ പൊതുവെ പറയാറ് എങ്ങനെ, രണ്ട് ഖബർ തന്നെയാണ്, ഖബറാനി, പക്ഷേ ലഫ്സൻ ലാ മാന എന്നാ പറയാ. ലഫ്സിൽ രണ്ട് ഖബറാണ്. ഏത്? ഹാദാ ഖുലൂൻ ഹാമിദുൻ. ഖുലൂൻ ഹാമിദ് ലഫ്ദ് കൊണ്ട് രണ്ടെണ്ണം ഉണ്ടല്ലോ, നേരെ മറിച്ച് മാന ഒന്നാണ്. അപ്പോൾ ഇവിടെ മാന എങ്ങനെ വെക്കുക? ഇത് മധുരമുള്ളതും പുളിയുള്ളതും നല്ല അർത്ഥം, മറിച്ച് ഈ ഹുൽവും ഹാമിദും രണ്ടും കൂടി മുറക്കബായ ഒരു രുചി, അതാണ് മുസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാന ഒന്നാണ്. മനസ്സിലാകും? അപ്പോൾ ഹാദ ഇത് അഥവാ അല്ലെങ്കിൽ ബുർത്തുക്കാലി, എൻ്റെ ബുർത്തുക്കാലി, ഹൗലൂൻ ഹാമിദ് എന്ന് പറഞ്ഞാൽ ഈ പുളിയും മധുരം കൂടി മുറക്കബായ ഒരു മുസ് ഒരു ചവർപ്പ് ടേസ്റ്റ് ഉള്ളതാണ്. അതാണ്. അല്ലാണ്ട് ഇപ്പൊ ബുർത്തുക്കാലി, എൻ്റെ ബുർത്തുക്കാലി ഹുൽവുൻ ഹാമിദുൻ, ഹുൽവുമാണ് ഹാമിദുമാണ് എന്ന് അർത്ഥം വെച്ചാൽ അപ്പം എൻ്റെ കയ്യിൽ വേറൊരു ബുർത്തുക്കാലുണ്ട് എന്ന് വരും. അപ്പോൾ ഒന്ന് പുളിയുള്ളതും ഒന്ന് മധുരമുള്ളതും ആവും. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ ഉദ്ദേശിക്കുന്നത് മാന ഒന്നാണ്, ലഫ്ദുൽ ഖബർ രണ്ടാണെങ്കിലും. മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നത്. ആദാ ഹുലൂൻ ഹാമിദ് എന്ന് പറഞ്ഞാൽ ആ പുളിയും മധുരം കൂടിയും കൂടിയൊരു മുസ്സിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് അർത്ഥം. അപ്പോൾ മാന ഒന്നാണ്, ലഫ്ദ് രണ്ടാണെങ്കിലും. അതാണ് വഫീസ് സാലിഫി മൂന്നാമത്തതിൽ കിരൽ ഖബറിന് രണ്ട് ഖബറും കൽ വാഹിദി ഒന്നിനെ പോലെ നടപ്പോൾ മനസ്സിലായത് മാനയിൽ ഒന്നാണ്, ലഫ്ദിൽ രണ്ടാണെങ്കിലും. ഈ മാനാഹുമോ രണ്ടിന്റെ അർത്ഥം മുസ്സുന്ന, കാരണം രണ്ടിന്റെയും ഉറക്കമായൊരു രുചിയാ പറഞ്ഞത്. മുസ് ഒരു ചവർപ്പുള്ള, അത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാം. അസ്ലുൽ ഖബരി, ഖബറിന്റെ അസ്ലാകുന്നത് അത് പിന്തലാണ്, അനിൽ മുബ്തദ, ഈ മുബ്തദനെ തൊട്ട്. വൽ അസ്ലു ഫിൽ അഖ്ബാരി അൻ തുഅഖറ. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞില്ലേ, കാരണം അന്നഹു തീർച്ചയായും ഈ ഖബർ എന്നുള്ളത് വസ്ഫാണ് ലഹു, ആ മുബ്തദയിന് ഫിൽ മാന, മാനയിൽ വസ്ഫാണത്. അപ്പോൾ വസ്തു പിഞ്ചാണല്ലോ വരിക. വലാകിന്നഹു, പക്ഷേ ഈ ഖബർ ഖദ് യതഖദ്ദമു അലൈഹി, ഖദ് യതഖദ്ദമു ചിലപ്പം മുന്തും, അലൈഹി മുബ്തദയിനെക്കാളും ജവാസൻ ജായിസായ നിലക്ക്. ഫി നഹവി ഫിദ്ദാരി സെയ്ദുൻ പോലോത്തതിൽ, അതേപോലെ തന്നെ വസലാമുൻ ഹിയ പോലോത്തതിൽ, ആയത്തുല്ലഹുമുൽ ലൈലു പോലോത്തതിലൊക്കെ ജവാസ് ഇവിടെ ജായിസേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് എന്തിനും പറയാ, തിരിച്ചിട്ട് പറയാം സെയ്ദും ഫിദ്ദാരി എന്ന് പറയാ, ഹിയ സലാം എന്ന് പറയാ, അൽ ലൈലു ആയത്തുല്ലഹും, ഇങ്ങനൊക്കെ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇപ്പം രണ്ടാമത് പറഞ്ഞ സലാമുൻ ഹിയലും ആയത്തുല്ലഹുമുൽ ലൈലു, സലാമുൻ ഹിയ എന്താ, സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ എന്നല്ലേ. ആയത്തുല്ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ് അല്ലയിലു, രാത്രിയും. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് തിരിച്ചാക്കാൻ പറ്റുമോ? പറ്റൂല. ഇപ്പം സലാമുൻ ഹിയ എന്ന്, സലാമു മുബ്തദവും ഹിയ എന്നുള്ളത് ഖബർ, ആയത്തു എന്നുള്ള മുബ്തദ, ലൈലു എന്നുള്ളത് ഖബർ, അങ്ങനെ പറ്റുമോ? അത് പറ്റൂല. ഇവിടെ ഹിയ എന്നുള്ളതാണ് മുബ്തദ, സെയ്ദുൻ ഹിയ ലൈലു എന്നുള്ളതാണ് മുബ്തദ. അതെന്താ കാരണം? നമ്മൾ തിരിച്ചിട്ട് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വരിക? എന്താ നക്കിറക്ക് മാരിഫ കൊണ്ട് എന്താ ഇഖ്ബാർ പറയുന്നതിൽക്കെത്തും, അത് ശരിയല്ലല്ലോ. നക്കിറക്ക് മാരിഫ കൊണ്ട് ഖബർ പറയാം, അതുണ്ടാവില്ല. അപ്പോൾ അത് വാബിഹാണ് കാര്യം. അപ്പോൾ സലാമുൻ ഹിയ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ജായിസാണ്, ഹിയ സലാം തിരിച്ചിട്ട് പറയാം. ഏതായാലും മുണ്ടാം ഇവിടെ. അപ്പോൾ സലാം ഖബർ മുഖദ്ദമാണ്, ആയത്തുൻ ഖബർ മുഖദ്ദമാണ്. അപ്പോൾ നമ്മൾ ഇറാബ് എങ്ങനെ പറയാം? മറ്റ് സലാമുൻ ഹിയ പിന്നെ വാഹിറാണല്ലോ, സലാം ഖബർ മുഖദ്ദം, ഹിയ മുബ്ത മുഅഖർ. പിന്നെ മറ്റേല് ആയത്തു ഫിദ്ദാരി സെയ്ദും വാഹിറാണ്, ഫിദ്ദാരി ജാർ മജ്റൂർ ഖബർ മുഖദ്ദം, സെയ്ദ് മുബ്ത മുഅഖർ. ആയത്തു ലഹുമുൽ ലൈലു എന്നുള്ള ആയത്ത് മുബ്തദ, ആയത്ത് ഖബർ മുഖദ്ദമാണ്, ലഹും അതിൻ്റെ സിഫത്താണ്. അപ്പോൾ അതിലെ സിഫത്താകുമ്പോൾ അതിൻ്റെ മുത്തഅല്ലഖ് മഹ്ദൂഫ് ആയിരിക്കും. അസാബിത്തത്തുന്നോ ഹാസിലത്തുന്നോ തഖ്ദീർ ചെയ്ത് കൊടുക്കാം. അല്ലയില് മുബ്ത മുഅഖർ, ഏതായാലും വാഹിറാണ്. ഇതിപ്പോൾ ജായിസാ പറഞ്ഞു. ഇനി നോക്കാം നമുക്ക്. വുജൂബൻ, ജവാസം പറഞ്ഞില്ലേ. ഇനി ഈ ഖബർ മുബ്തദയേക്കാൾ മുൻകടക്കും വുജൂബൻ, നിർബന്ധമായി. ഇതുപോലെ ഫി നഹ്വി ഫിദ്ദാരി റജുലിൻ, അൽ ഫിദ്ദാരി റജുലുൻ, ഫിദ്ദാരി വീട്ടിലുണ്ട്, റജുലുണ്ട്. അതുപോലെ ഐന സെയ്ദുൻ, സെയ്ദ് എവിടെ, ഈ ഇങ്ങനെ. അതേപോലെ വഅല തംറത്തി, തംറത്തിലുണ്ട്, മിസ്ലുഹ, ആ തംറത്ത് പോലെ തന്നെ, സബദൻ, ചണ്ടിയും, ചണ്ടിയാലുണ്ട്. അവ 3 ഉദാഹരണം ഇവിടെ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അവൾ എടുത്ത് നോക്കുക, ഫിദ്ദാരി റജുലുൻ. ഫിദ്ദാരി റജുലുൻ എന്ന് പറഞ്ഞാൽ അവിടെ റജുല് നെക്കിറയാണ് മുബ്തദ, അത് അപ്പോൾ ജാർ മജ്റൂർ മുന്തി വരിക. ഇതവിടെ വുജൂബായ കാര്യമാണ്, കാരണം തിരിച്ചിടാൻ പറ്റൂല. തിരിച്ചിട്ട് അവിടെ എന്താ പ്രശ്നം? റജുലും ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫിദ്ദാരി എന്നുള്ളത് അതൊരു റജുലിന് സിഫത്താണോ എന്ന് ഇൽത്തിബാസ് വരും. കാരണം റജുലാകുന്നത്, ഫിദ്ദാരി വീട്ടിലുള്ളതായ റജുലാകുന്നത് കേട്ടോ. അപ്പോൾ ഇൽത്തിബാസ് വരും, അപ്പോൾ പറ്റൂല. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടെ മുബ്തദ നെക്കിറാണ്, അതിന് പ്രത്യേക മുസവ്വിഖാത്തുകൾ പെട്ടൊന്നുമില്ല. അപ്പോൾ തഖീറായി വരിക എന്നല്ലാതെ. അപ്പോൾ റജുല് പിന്തണം, ഫിദ്ദാരി മുന്തണം, ഇവിടെ വുജൂബ. അതുപോലെ ഐന സെയ്ദുൻ, സെയ്ദ് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്കറിയാം, സദാരിയത്തുള്ളത്. ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അൽഫിൽ പറഞ്ഞല്ലോ, കദാ ഇദാ യസ്തൗജിബു തസ്ദീറ, കഅൈന മൻ ആലിംതഹു നസീറ. അവിടെ അപ്പം സദാരിയത്തുള്ളതാണ്, അയിന സർഫാണ്. അപ്പോൾ അത് ഖബറല്ലേ, അപ്പോൾ അത് മുന്തി വരില്ല, അതിന് സദാരിയത്തുണ്ട്. അപ്പോൾ അതിന് ഇവിടെ മുന്തി വരണം. സെയ്ദുൻ അയിന പറ്റൂല, അയിന സെയ്ദെന്ന് പറയണം. അയിന സർഫാണ്, ഇസ്തിഫാമ്, സ്വദാരിയത്തുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ മുന്തി വരണം. സെയ്ദ് മുബ്ത മുഅഖറാണ്.
രണ്ടാമത്തത്. മൂന്നാമത്തെ ടൈപ്പ് എന്താണെന്നാൽ വ അല തമ്രത്തി മിസ്ലു ഹാ സബദൻ. ഈ സബദനെ വ്യത്യസ്ത തമ്മീസായിട്ട് ഖുദരി വ്യത്യസ്ത ഇറാബുകൾ ഖുദരിയിൽ പറയുന്നുണ്ട്. തമ്മീസാക ഇതിന് മിസ്ലുഹ എന്ന് പറയുന്നത് അല തമ്ര മിസ്ലുഹ. ഹാ എന്നുള്ള ദമീറ തമ്രത്തിൽക്കാൻ മടങ്ങുന്നത്. ഇവിടെ ഇറാബ് വാദിഹാണല്ലോ. അലത്തമ്ര എന്നുള്ളത് ഖബർ മുഖദ്ദം, മിത്ലു എന്നുള്ളത് ആ മുബ്തദ. ഹാ എന്ന മുബ്തദയിൽ നിന്ന് ഖബറിലേക്ക് ദമീർ മടങ്ങുന്നുണ്ട്. ശ്രദ്ധിക്കണേ. സബദൻ എന്നുള്ളത് അവിടെ എന്താ മിസ്ലുന്ന് തമ്മീസാണ്, അല്ലെ അതിന് ഹാലാക്ക. ഇനി അതിനെ റഫാക്കിയിട്ട് ബയാൻ അത്ഫ് ബയാന് അല്ലെ ബദലാക്ക മിസ്ലുന്ന്, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അല്ലാതും വേറെ നിൽക്കുന്നുണ്ട്. ഏതായാലും പോട്ടെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഖുദലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ ഒന്ന് വായിക്കുക. ആദ്യത്തിൻ്റെ അവിടെ കൊടുക്കട്ടു ശരി. ലി അല്ല, ഒന്നാമത്തിൻ്റെ പറയാം ലി അല്ല യൽതബിസ, ഖബർ ഇൽത്തിബാസ് ആവാതിരിക്കാൻ വേണ്ടി ബിൽ വസ്ഫിനോട് ഫിൽ മിസാലിൽ അവലി, ഒന്നാമത്തെ ഉദാഹരണത്തിൽ. അതായത് ഫിദ്ദാരി റജുലും തിരിച്ചിട്ടാ റജുലും ഫിദ്ദാരി ആകുമ്പോൾ സിഫത്താന്ന് ഡൗട്ട് അടിക്കല്ലോ, ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വലി അല്ല രണ്ടാമത്തെ ഐന ചെയ്തുള്ളതിൻ്റെ കാരണം പറയണേ. വലി അല്ല യഹ്റു ജമാ, ഒന്ന് പുറപ്പെടാതിരിക്കാൻ വേണ്ടി. വലി അല്ല യഹ്റു ജമാ, ഒന്ന് പുറപ്പെടാതിരിക്കാൻ വേണ്ടി. എങ്ങനത്തെ ഒന്നാ ലഹു, അതിനൊന്ന് സദറുൽ കലാമി, കലാമിൻ്റെ ആരംഭത്തിൽ സ്വദാര്യത്തുള്ള ഒന്നാണ്. എന്തിനെ തൊട്ട് അൻ സ്വദരീയത്തി, അതിൻ്റെ കലാമിൻ്റെ ആരംഭത്തിൽ വരുന്ന സ്വദാര്യത്തിനെ തൊട്ട് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഫിസ്താരി രണ്ടാമത്തതിൽ ഐന ഉണ്ടാവും, അത് സ്വദാര്യത്തുള്ളതാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ വരണം. മൂന്നാമത്തെ കാരണം നോക്കിക്കോളേ. ഒലി അല്ലാ യഊദ, അവ അല തമ്രത്തി മിസ്ലുഹ പറഞ്ഞില്ലേ. ഒലി അല്ലാ യഊദ ദമീറു, ദമീർ മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അല മുതഅഖിരിൻ, പിന്തിയതിലേക്ക്. എങ്ങനത്തെ പിന്തിയത ലഫ്സൻ, ലഫ്സിലും വറുത്ബത്തൻ, റുതുബയിലും. ഫിസ്താലിസ് മൂന്നാമത്തെ. അതായത് അല തമ്രത്തി മിസ്ലുഹ സബദൻ. ഇവിടെ ലഫ്സിലും റുതുബയിലും പിന്തിയയിലേക്ക് ദമീർ മടങ്ങുക എന്നുള്ളത് അത് പറ്റൂല. ലഫ്ദുൽ ഇന്ത്യയിലേക്ക് മടങ്ങും, പക്ഷെ റുത്തുബേൽ മുന്തിയുള്ളവർക്ക് റുത്തുബേൽ അല്പം മുന്തി ഉണ്ടായി നിൽക്കുക, അങ്ങനെയുള്ളവർക്ക് പ്രശ്നമല്ല. പക്ഷെ അതൊക്കെ അല്പയിൽ വരുന്നുണ്ട്. പക്ഷെ ലഫ്ദുലും റുത്തുബേലും പിന്ത്യയിലേക്ക് മടങ്ങുക എന്നുള്ളത് അത് ശരിയാവില്ല. എങ്ങനെ ഇപ്പം ലഫ്ദുലും റുത്തുബേലും പിന്ത്യയിലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മിസ്ലുഹാൻ എന്ന മുബ്തന്റെ ബമീർ ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞല്ലോ, കദാ ഇദാ ആദ അലൈഹി മുദ്മറു മിമ്മാ ബിഹി അൻഹു മുബീന യുഖ്ബറു. കഥാപ്രകാരം തന്നെയാണ് ഖബറിനെ മുന്തണം. എപ്പോഴാണ് ഖബർ മുന്തണം? ഇതാ ആദ അലൈഹി, ആ ഖബറിന്റെ മേലെ മടങ്ങുമ്പോൾ മുദ്മറു ദമീർ മിമ്മാ മുബ്തദയിൽ നിന്ന് ബിഹി, ആ ഖബർ കൊണ്ട് അൻഹു, മുബ്തനെ തൊട്ട് മുബീനൻ വ്യക്തമാക്കുന്ന നിലയിൽ, ഖബർ തന്നെ വ്യക്തമാക്കുന്ന നിലയിൽ യുഖ്ബറു, ഖബർ പറയപ്പെട്ടു എന്നാ. അപ്പോൾ ഇബ്നു മാലിക് പറഞ്ഞതാ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി എന്താ സംഭവിക്കുക. നിങ്ങൾ ഈ അത്തമ്രത്തിലേക്ക് മടങ്ങുന്ന ദമീറാണ് മിസ്ലുഹ എന്ന മുബ്തല ഹ. അപ്പം ഈ ഹ മടങ്ങുന്നത് എങ്ങോട്ടാ? ഒന്ന് ലഫ്ബിൽ പെന്തി. ഇവിടെ നമ്മളിപ്പോൾ തിരിച്ചിട്ട് വായിക്കാനൊക്കെ എങ്ങനെ മിസ്ലുഹ അലത്തമ്രത്തിന് വെക്കുക. മുമ്പത്തെ നാടെ കൊടുത്തിട്ട് ആദ്യം കൊടുത്തിട്ട് മിസ്ലുഹ അലത്തമ്രാതെ കൊടുത്താൽ ഈ ഹ മടങ്ങുന്നത് തമ്രത്തിൽ കാണല്ലോ. അപ്പം നോക്കി അവിടെ എന്താ പ്രശ്നം വരിക? ദമീർ ഇങ്ങനെ മുമ്പോട്ടല്ല മടങ്ങേണ്ടിയത്, പക്ഷെ ബേക്കോട്ട് മടങ്ങുന്ന സാഹചര്യം വരും. നോക്കിയാൽ മിസ്ലുഹ അലത്തമ്ര എന്ന് പറയുമ്പോൾ ആ ഹ മടങ്ങ ഇങ്ങോട്ടാ, ബേക്കോട്ടാ, പിന്ത്യതിലേക്ക് തമ്രത്തിൽ മടങ്ങുക. അപ്പം ലഫ്ദ് കൊണ്ട് പിന്തിയാണല്ലോ. മിസ്ലുഹാലത്തമ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് പറഞ്ഞാൽ മിസ്ലുഹാലത്തമ്ര എന്ന് പറഞ്ഞാൽ ലഫ്ദിൽ പിന്തിയതാണല്ലോ തമ്ര മിസ്ലുവിനെ കാട്ടിലും. അപ്പോൾ അതിലേക്ക് മടങ്ങേണ്ടി വരും. മാത്രമല്ല റുത്തുബ വെച്ചു വെക്കാം, മുബ്ത ഖബറും വെച്ചു വെക്കാം. റുത്തുബ പദവിയിൽ മുന്തി നിൽക്കേണ്ടി ആരാ? മുബ്തതാണ്. പെന്തി നിൽക്കേണ്ടി ആരാ? ഖബറാണ്. അതാണ് റുത്തുബയിലും ലഫ്ദിലും പിന്തിയയിലേക്ക് ദമീർ മടങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. വാലമ്പടെ മുന്തിച്ച് പറഞ്ഞത് വാലത്തമ്രത്തി മിസ്ലുഹാ സബദൻ. അപ്പോൾ പ്രശ്നം വരില്ല. മനസ്സിലായില്ലേ? വ്യക്തമായി വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.